തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. LDFന് വലിയ ആത്മവിശ്വാസമുള്ള കോർപ്പറേഷനിൽ ഇത്തവണ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് UDF. മത്സരചിത്രം ഏതാണ്ട് തെളിയുമ്പോൾ എന്താണ് കോർപ്പറേഷനിലെ സാഹചര്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജില്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. LDFന് വലിയ ഭൂരിപക്ഷമുണ്ടെങ്കിലും ഇത്തവണ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നു UDF. പുതിയ നേതൃത്വത്തിന്റെ കരുത്തിൽ തങ്ങൾ ചില അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ് BJP അവകാശവാദം. വിജ്ഞാപനം ഇറങ്ങും മുൻപ് തന്നെ കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പോരിലേക്ക് ഇറങ്ങിയിരുന്നു. UDF പകുതിയിലധികം സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളം പിടിച്ചു കഴിഞ്ഞു. LDFൽ ഘടകകക്ഷികളുമായുള്ള ചർച്ച ഏറെക്കുറെ പൂർത്തിയായി. ഉടൻ പ്രഖ്യാപനമുണ്ടാകും. NDAക്ക് അത്ര പ്രതീക്ഷയുള്ള കോർപ്പറേഷനല്ല കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ആകെ 75 വാർഡുകൾ, അതിൽ 50 ഇടത്തും LDF സാന്നിധ്യം. ആകെ 18 ഇടത്ത് മാത്രമേ UDF ഉള്ളൂ. 7 സീറ്റുകൾ BJPയുടെ കയ്യിലാണ്. എന്നാൽ ഇതിൽ വലിയ മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നാണ് UDFും BJPയും അവകാശപ്പെടുന്നത്. അതിനുള്ള ഗ്രൗണ്ട് വർക്കുകൾ നേരത്തെ തന്നെ തങ്ങൾ ആരംഭിച്ചുവെന്നും മുന്നണികൾ അവകാശപ്പെടുന്നു. UDFന്റെ സീറ്റ് വിഭജനമൊക്കെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശക്തമായ മുന്നേറ്റമാണ് LDFനുണ്ടായത്. 42 ഗ്രാമപഞ്ചായത്തുകൾ LDF ആണ് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ഇടത്തും LDF. എന്നാൽ കോർപ്പറേഷനിലടക്കം കരുത്തുകാട്ടി മുന്നേറാനാകുമെന്നാണ് UDF പ്രതീക്ഷ. മേയർ സ്ഥാനാർത്ഥിയാകാൻ സംവിധായകൻ VM വിനു ഏറെക്കുറെ സമ്മതം മൂളിയിട്ടുണ്ട്. BJPയും ഇക്കുറി ശക്തമായ പോരാട്ടം നയിക്കാൻ ഉറച്ചു തന്നെ രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായി മുൻ ജില്ലാ അധ്യക്ഷൻ VK സജീവൻ അടക്കമുള്ളവരെ മത്സര രംഗത്തിറക്കാനാണ് ആലോചന. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.